പ്രിയമുള്ളവരെ, വചനജ്വാല 1748 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 14 ഞായറാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഇന്നത്തെ ഈ പൊൻസുദിനത്തിൽ ഇന്നത്തെ വചന വായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 30-ാം അധ്യായം 13 മുതൽ 26 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ വിഗ്രഹങ്ങൾ നശിപ്പിക്കും, മെംസിലെ പ്രതിമകൾ ഉടച്ചു കളയും. ഈജിപ്തിൽ ഇനിമേൽ ഒരു രാജാവ് ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ ഞാൻ ഈജിപ്തിൽ ഭീതി ഉളവാക്കും. ഞാൻ പത്രോസിനെ ശൂന്യമാക്കും, സേവാനെ അഗ്നിക്കിരയാക്കും. തേബസിൽ ന്യായവിധി നടത്തും. ഞാൻ പത്രോസിനെ ശൂന്യമാക്കും, സേവാനെ അഗ്നിക്കിരയാക്കും. തേബസിൽ ന്യായവിധി നടത്തും. ഈജിപ്തിന്റെ ശക്തിദുർഗമായ സിനിന്റെ മേൽ ഞാൻ ക്രോധം വർഷിക്കും. തേബസിലെ ജനങ്ങളെ നിഗ്രഹിക്കും. ഈജിപ്തിനെ ഞാൻ അഗ്നിക്കിരയാക്കും. സിൻ തീവ്രവേദന അനുഭവിക്കും. തേബസ് ഭേദിക്കപ്പെടും. അതിൻ്റെ കോട്ടകൾ തകർക്കപ്പെടും. ഓനിലെയും പിബേസത്തിലെയും യുവാക്കൾ വാളിനിരയാകും. ആ നഗരങ്ങൾ അടിമത്തത്തിൽ നിബദിക്കും. തെഫനസിൽ വെച്ച് ഈജിപ്തിന്റെ ആധിപത്യം ഞാൻ തകർക്കുമ്പോൾ അവിടെ പകൽ ഇരുണ്ടുപോകും. അവളുടെ ശക്തിഗർവം അവസാനിക്കും. അവളെ മേഘം മൂടും. അവളുടെ പുത്രിമാർ അടിമകളാകും. ഇപ്രകാരം ഈജിപ്തിൽ ഞാൻ ന്യായവിധി നടത്തും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും. 11-ാം വർഷം 1-ാം മാസം 7-ാം ദിവസം കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ കരം ഞാൻ തകർത്തിരിക്കുന്നു. വാളെടുക്കാൻ വീണ്ടും ശക്തി ലഭിക്കത്തക്ക വിധം സുഖപ്പെടാൻ അത് വെച്ച് കെട്ടിയിട്ടുമില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്ത് രാജാവായ ഫറവോയ്ക്ക് ഞാൻ എതിരാണ്. അവന്റെ ബലിഷ്ഠമായ കരവും ഒടിഞ്ഞ കരവും രണ്ടും ഞാൻ ഒടിക്കും. അവന്റെ കയ്യിൽ നിന്ന് വാൾ താഴെ വീഴും. ഈജിപ്തുകാരെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ഞാൻ ചിതറിക്കും. ബാബിലോൺ രാജാവിന്റെ കരം ഞാൻ ശക്തമാക്കും. എൻ്റെ വാൾ അവന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കും. എന്നാൽ ഫറവോയുടെ കരങ്ങൾ ഞാൻ തകർക്കും. മാരകമായ മുറിവേറ്റവനെ പോലെ ഫറവോ അവന്റെ മുൻപിൽ ഞെരുങ്ങും. ബാബിലോൺ രാജാവിന്റെ കരങ്ങൾ ഞാൻ ശക്തമാക്കും. എന്നാൽ ഫറവോയുടെ കൈകൾ ഞാൻ തളർത്തും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും. ബാബിലോൺ രാജാവിന്റെ കയ്യിൽ ഞാൻ എൻ്റെ വാൾ ഏൽപ്പിക്കുമ്പോൾ അവനത് ഈജിപ്തിനെതിരെ ഉയർത്തും. ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ഈജിപ്തിനെ ഞാൻ ചിതറിക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് അവർ അറിയും. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ മെത്തോഡിയൂസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. ഒരു നല്ല ഉദ്യോഗം ലക്ഷ്യമാക്കി വിദ്യാസമ്പന്നനായ മെത്തോഡിയൂസ് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ചെന്നപ്പോൾ ഒരു സന്യാസിയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത്. തുടർന്ന് ലൗകിക താല്പര്യങ്ങൾ ഉപേക്ഷിച്ച് ആശ്രമത്തിൽ താമസമാക്കി. മതപീഡന കാലത്ത് പ്രതിമാദംസകർക്കെതിരായ നിലപാടിൽ ഉറച്ചു നിന്നതുകൊണ്ട്
ഒരു വിപ്ലവകാരിയായി മുദ്രകുത്തുകയും ജയിലിലടയ്ക്കുകയും ചെയ്തു. 7 വർഷം ജയിലിൽ കഴിഞ്ഞു. ചക്രവർത്തിയുടെ മരണശേഷം രാജ്ഞി പ്രതിമാദംസകനായ ജോൺ പേട്രിയാക്കിനെ മാറ്റി മെത്തോഡിയൂസിനെ പേട്രിയാക്കായി നിയമിച്ചു. 4 കൊല്ലത്തെ ഭരണത്തിന് ശേഷം നീര് വന്ന് അദ്ദേഹം മരിച്ചു. 4 വിശുദ്ധരുടെ ജീവചരിത്രം രചിച്ച വിശുദ്ധ മെത്തോഡിയോസിനെ അനുസ്മരിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.